മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ കൊണ്ട് ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ഒരു കിടിലൻ പായസവുമായാണ് ഇന്നു ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നിങ്ങൾ കഴിച്ചുമെടുത്ത പായസങ്ങളിൽ നിന്നെല്ലാം തികച്ചും വേറിട്ടൊരു സ്വാദാണിതിന്. അതിനു വേണ്ട ചേരുവ: കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 കിലോ, നാളികേരം ചിരകിയത് 4 മുറി, ശർക്കരച്ച് 4 എണ്ണം, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, ഉണക്കമുന്തിരി 15 എണ്ണം, ഈന്തപ്പഴം കുരുകളഞ്ഞത് 15 എണ്ണം, ഏലക്കായ 10 എണ്ണം, നെയ്യ് 1 ടീസ്പൂൺ. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ചിരകി വെച്ച നാളികേരം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. 2 തേങ്ങയിൽ നിന്ന് 10 ഗ്ലാസോളം പായസം ഉണ്ടാക്കാവുന്നതാണ്. അത് കിട്ടത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് തേങ്ങാപ്പാൽ എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു പാത്രത്തിലിട്ട് നന്നായി വേവിച്ചെടുക്കുക. നല്ല പോലെ വെന്തുടയുന്ന കപ്പയാണ് ഇതുണ്ടാക്കാനായി എടുക്കേണ്ടത്. വെന്ത് പാകമായാൽ അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. നന്നായി വേവിച്ചെടുത്ത കപ്പയും കുരുകളഞ്ഞ ഈന്തപ്പഴവും മിക്സിയിലിട്ട് തേങ്ങാപ്പാലിൽ നന്നായി അരച്ചെടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കുക. അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാലും ശർക്കരച്ചും ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാലിൽ ശർക്കര ഉരുക്കിയെടുത്താൽ പായസത്തിന് പ്രത്യേക സ്വാദായിരിക്കും. ശർക്കരച്ച് നന്നായി ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുത്ത ശർക്കര ലായനി അരിച്ചെടുത്ത് അതിലെ വേസ്റ്റെല്ലാം കളഞ്ഞ് മാറ്റി വയ്ക്കണം. പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കുക. ചൂടായ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ തിളച്ചു വരുമ്പോൾ മിക്സിയിൽ അരച്ചെടുത്ത കപ്പയും ഈന്തപ്പഴവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചട്ടുകം കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. അല്പസമയം ഇളക്കി കൊടുത്ത ശേഷം തേങ്ങാപ്പാലിൽ ഉരുക്കിയെടുത്ത ശർക്കര ലായനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കുറുകി വരുന്നതുവരെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ നോക്കണം. നന്നായി കുറുകി വന്നാൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. എല്ലാ ചേരുവകളും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതീവ രുചിയുള്ള കപ്പ പായസം റെഡിയായി. ടേസ്റ്റിൽ ഇതിനെ വെല്ലാൻ മറ്റൊരു പായസം ഉണ്ടാവില്ല. ഒറ്റയിരിപ്പിൽ മുഴുവൻ പായസവും കുടിച്ചു തീർക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.